ഓൾ ഇന്ത്യയിൽ ആയുഷ് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആയുഷ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യയിൽ ആയുർവേദം, യുനാനി, സിദ്ധ, ഹോമിയോ പോലുള്ള കോഴ്സുകളുടെ അഡ്മിഷന് വേണ്ടിയാണ്. ഇത് ഓൾ ഇന്ത്യയിലെ 15% സീറ്റുകൾക്കും അതേപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും ഒക്കെ, അതായത് NCC, MBBS, BDS ചെയ്യുന്നത് പോലെയാണ് ആയുഷ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ആയുഷ് കൗൺസിലിംഗ് കമ്മിറ്റി ഈ ആയുർവേദം, യുനാനി പോലുള്ള കോഴ്സുകളുടെ ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ്. അതിൽ നിങ്ങൾ നോക്കുക, 3 റൗണ്ടും സ്റ്റേ വേക്കൻസിയുമാണുള്ളത്. റൗണ്ട് 1 അതിന്റെ രജിസ്ട്രേഷനും പേയ്മെന്റും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 28 തുടങ്ങും. ഓഗസ്റ്റ് 28 തുടങ്ങി സെപ്റ്റംബർ 2 ഉച്ചയ്ക്ക് 2 PM വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും. ഓഗസ്റ്റ് 28 തുടങ്ങി സെപ്റ്റംബർ 2 2 മണി വരെ ഉച്ചയ്ക്ക്. പേയ്മെന്റിന് നിങ്ങൾക്ക് 5 മണി വരെ വൈകിട്ട് സമയം കിട്ടും. എന്നാൽ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം 28 രജിസ്ട്രേഷൻ കഴിഞ്ഞ് 29 രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിങ് തുടങ്ങും. ആ 29 തുടങ്ങുന്ന ചോയ്സ് ഫില്ലിങ് സെപ്റ്റംബർ 2 രാത്രി 11:55 വരെ ചോയ്സ് ഫില്ല് ചെയ്യാം. നിങ്ങളുടെ രജിസ്ട്രേഷൻ 2 2 മണി കൊണ്ട് തീരുമെങ്കിൽ, പേയ്മെന്റ് 5 മണി കൊണ്ട് തീരുമെങ്കിൽ, രാത്രി 11:55 വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ലോക്കിങ് അതേ ദിവസം 2 മണി തുടങ്ങി 11:55 വരെ. നിങ്ങൾ ലോക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. ഇനി അതിന്റെ റിസൾട്ട് സെപ്റ്റംബർ 5 റിപ്പോർട്ട് ചെയ്യേണ്ടത് സെപ്റ്റംബർ 6 തുടങ്ങി സെപ്റ്റംബർ 11 വരെയുള്ള തീയതികളിലാണ്. ഒന്നാമത്തെ റൗണ്ട്. ഇനി രണ്ടാമത്തെ റൗണ്ടിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 18 തുടങ്ങി 23 വരെ ഉച്ചയ്ക്ക് 2 മണി വരെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്തവർക്കും വരാം. പേയ്മെന്റ് അന്നേ ദിവസം 5 മണി വരെ പറ്റും. ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയം 19 തുടങ്ങി 23 രാത്രി 11:55 വരെ. ലോക്കിങ് 2 തുടങ്ങി 11:55 വരെ അതേ ദിവസം. റൈറ്റ്. റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ 26 സെപ്റ്റംബർ 27 തുടങ്ങി ഒക്ടോബർ 3 വരെ നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം. മൂന്നാമത്തെ റൗണ്ട് ഒക്ടോബർ 9 തുടങ്ങി 14 വരെയാണ് രജിസ്ട്രേഷനും ഫീ പേയ്മെന്റും ഉണ്ടാവുക. ഇനി അതിന്റെ ചോയ്സ് ഫില്ലിങ് ഒക്ടോബർ 10 തുടങ്ങി 14 വരെയാണ്. റിസൾട്ട് ഒക്ടോബർ 17 വരും. ഒക്ടോബർ 18 തുടങ്ങി 22 വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം. ഇനി സേ വേക്കൻസി ഒക്ടോബർ 28 തുടങ്ങി 31 വരെയാണ് രജിസ്ട്രേഷനും പേയ്മെന്റും ഉണ്ടാവുക. ചോയ്സ് ഫില്ലിങ് 29 തുടങ്ങി 31 വരെ ഒക്ടോബർ. റിസൾട്ട് നവംബർ 2 വരും. ജോയിൻ ചെയ്യേണ്ടത് നവംബർ 3 തുടങ്ങി 7 വരെയുള്ള തീയതികൾ. ഇനി സേ വേക്കൻസി 2. ഇനി ഇവിടുന്ന് അങ്ങോട്ട് രജിസ്ട്രേഷൻ ഇല്ല, പുതിയ രജിസ്ട്രേഷനും ഇല്ല, ചോയ്സ് ഫില്ലിങ്ങും ഇല്ല. ആദ്യ ഫസ്റ്റ് സ്ട്രേ വേക്കൻസിയിൽ നിങ്ങൾ എന്ത് ഓപ്ഷൻ കൊടുത്തോ അത് മാത്രമേ പിന്നീട് അങ്ങോട്ട് പരിഗണിക്കൂ. അതിന്റെ റിസൾട്ട് നവംബർ 12 വരും. നവംബർ 13 തുടങ്ങി 18 വരെയുള്ള തീയതികളിൽ നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാം. ഇത് റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ആൻഡ് സ്റ്റേ വേക്കൻസി. ഇതിന്റെ ഷെഡ്യൂൾ മാത്രമാണ്. എന്ന് തുടങ്ങും, എന്ന് വരെ, എപ്പോഴാണ് റിസൾട്ട്, എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മാത്രം. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓരോ റൗണ്ടിലെ പ്രത്യേകതയും എന്താണെന്നുള്ളത് കൂടി പറയാം. ഇനി അതിന്റെ പ്രൊസീജിയർ നോക്കുക. ഒന്ന്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി AACCC.gov.in, അതായത് AACCC.gov.in ഈ സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിന്റെ എലിജിബിലിറ്റി എന്താണ്? നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അടുത്തതിന്റെ പ്രോസസ്സ്, ആദ്യം രജിസ്ട്രേഷൻ, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിലും മറ്റും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, MCCയിൽ ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നിങ്ങളുടെ ഫീ പേയ്മെന്റ് നടത്തുക. ഫീ എത്രയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ചോയ്സ് ഫില്ല് ചെയ്യുക. ലോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. അത് MCCയിൽ നിങ്ങൾ ചെയ്ത അതേ പ്രൊസീജിയർ, അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. ഇനി ഫീ എന്താണ്? ഫീ നോൺ റീഫണ്ടബിൾ രജിസ്ട്രേഷൻ ഫീ അടയ്ക്കണം. ഇത് തിരിച്ചു കിട്ടൂല. ഓൾ ഇന്ത്യ കോട്ടയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 1000 രൂപ അടയ്ക്കണം. ആരാണ്? അൺറിസർവ്ഡ് കാറ്റഗറി, EWS, OBC, NCL ഒക്കെ 1000 രൂപ അടയ്ക്കണം. എന്നാൽ SC, ST ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ 500 രൂപ അടച്ചാൽ മതി. ഈ അടയ്ക്കുന്ന 1000 അല്ലെങ്കിൽ 500 തിരിച്ചു കിട്ടൂല. ഇനി ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 5000 രൂപയാണ് എല്ലാവരും അടയ്ക്കേണ്ടത്, ഡീംഡ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വേണ്ട, പഴയ ഫീ തന്നെ അടച്ചാൽ മതി. ഇത് നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ചു കിട്ടൂല. ഇനി റീഫണ്ടബിൾ സെക്യൂരിറ്റി മണി, ഇതെത്രയാണ്? ഓൾ ഇന്ത്യ കോട്ടയിൽ 20,000 രൂപ എല്ലാവരും അടയ്ക്കണം. നിങ്ങൾ ഫ്രീ എക്സിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ സീറ്റ് കിട്ടാതിരിക്കുകയോ ചെയ്താൽ തിരിച്ചു കിട്ടും. ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ 50,000 എല്ലാ കാറ്റഗറിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ എക്സിറ്റ് എടുക്കുകയോ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ സീറ്റ് കിട്ടാതിരിക്കുകയോ ചെയ്താൽ ഈ എമൗണ്ട് തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ ഒരു EWS കാറ്റഗറിയിലെ കുട്ടി ഗവൺമെന്റ് കോളേജ് മാത്രമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് 1000 പ്ലസ് സെക്യൂരിറ്റി എമൗണ്ട് 20,000.
അപ്പൊ 21,000 ആണ് കുട്ടി പേ ചെയ്യേണ്ടത്. ഇതിൽ 20,000 തിരിച്ചു കിട്ടിക്കോളും. ഇനി അതൊരു SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 20,000 ഈ പറഞ്ഞ കോഷൻ മണിയും പ്ലസ് 500, 20,500. അൺറിസർവ്ഡോ EWS OBC NCL ആണെങ്കിൽ 20,000 പ്ലസ് 1000. ഇനി നിങ്ങൾ ഡീംഡ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ 5,000 50,000 നിങ്ങൾ ഡീംഡ് കൊടുക്കുകയാണെങ്കിൽ 50,000 കോഷൻ മണി അടയ്ക്കണം പ്ലസ് 5,000 രജിസ്ട്രേഷൻ ഫീ. 55,000 രൂപ നിങ്ങൾ പേ ചെയ്താൽ നിങ്ങൾക്ക് ഡീംഡും ഓൾ ഇന്ത്യയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഒക്കെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡീംഡ് വേണ്ട, സെൻട്രൽ യൂണിവേഴ്സിറ്റിയും ഓൾ ഇന്ത്യയും മാത്രം മതിയെങ്കിൽ ഈ പറഞ്ഞതിൽ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ വരുന്നോ ആ എമൗണ്ട് അടയ്ക്കുക. ഇത് തിരിച്ചു കിട്ടൂല. പ്ലസ് ഇതിൽ ഓൾ ഇന്ത്യ കോട്ടയിലെ ഈ 20,000 അടയ്ക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കണു. ഏതാണോ നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടിയ ഫീ അടച്ചാൽ ബാക്കി ഓട്ടോമാറ്റിക്കലി അതിനുള്ളിൽ എല്ലാം വരും. അപ്പൊ അതായത് നിങ്ങൾ ഗവൺമെന്റ് മാത്രം മതിയെങ്കിൽ 20,000 പ്ലസ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ബാധകം അത് അടയ്ക്കുക. 20,000 പ്ലസ് 1000 അല്ലെങ്കിൽ 20,000 പ്ലസ് 500 അതടയ്ക്കുക. അല്ലെങ്കിൽ 50,000 പ്ലസ് 5,000 അടച്ചാൽ മുഴുവനും കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ ഡീംഡ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാം. ഇനി ഏകദേശം 172ഓളം കോളേജാണ് കേരളത്തിലെ ആയുർവേദ കോളേജും ഹോമിയോ കോളേജും ഒക്കെ അതിൽ ഡീംഡും ഉൾപ്പെടെ എല്ലാം കൂടെ ചേർത്ത് ആകെ 172 കോളേജിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഇനി ഇതിന്റെ ഓരോ റൗണ്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഇനി ആ റൗണ്ടുകളുടെ ഡീറ്റെയിൽ ശ്രദ്ധിക്കുക. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ റൗണ്ടിന്റെയും ഡീറ്റെയിൽ ഇവിടെ വളരെ ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ aa.cc.gov.in എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്നു. റൗണ്ട് 1 വേണ്ടിയുള്ള രജിസ്ട്രേഷൻ, ഫീ പേയ്മെന്റ്, ചോയ്സ് ഫില്ലിംഗ് എല്ലാം നടത്തി. അങ്ങനെ റൗണ്ട് 1 അലോട്ട്മെന്റ് വരുന്നു. നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പിന്നീട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സീറ്റ് കിട്ടിയാൽ, സീറ്റ് അലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഫ്രീ എക്സിറ്റ് ചെയ്യാം, അതായത് ഈ സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാം, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം. രണ്ട് ഓപ്ഷനാണ്, എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, അടുത്ത റൗണ്ടിൽ വേറെ കോളേജിനെ അപേക്ഷിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഈ സീറ്റ് മതി എന്ന് വിചാരിച്ച് കൺഫേം ചെയ്യാം. രണ്ട് ഓപ്ഷൻ പറഞ്ഞു. അപ്പോ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. റൗണ്ട് 2. റൗണ്ട് 2ൽ ആർക്കൊക്കെ വരാം? ഫ്രഷ്, ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് രജിസ്റ്റർ ചെയ്ത് വരാം. രജിസ്റ്റർ ചെയ്ത് ഫീ പേ ചെയ്ത് ചോയ്സ് ഫില്ലിങ്ങിന് വരാം. മുമ്പത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടാത്തവർക്കും ഇങ്ങോട്ട് വരാം. അപ്ഗ്രേഡേഷൻ കൊടുത്തവർക്ക് വരാം. ഫ്രീ എക്സിറ്റ് ആയവർക്കും വരാം. ഇവർക്കെല്ലാം കൺഫേം ചെയ്തവർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഇതിലേക്ക് വരാം. അങ്ങനെ റൗണ്ട് 2ന്റെ അലോട്ട്മെന്റ് വരുന്നു. ആ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിന് വെയിറ്റ് ചെയ്യുന്നു. കിട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്, ഇനി നിങ്ങൾ എക്സിറ്റ് ആയ നിങ്ങളുടെ ടോക്കൺ ഫീ പോയി. കോഷൻ ഫീ ഡീംഡ് ആണെങ്കിൽ 50,000, അല്ലാത്തതാണെങ്കിൽ 20,000. ആ കോഷൻ ഫീ പോവും. അപ്പോ എക്സിറ്റ്. ഇനി ഈ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിൽ ഇവിടെ ഫ്രീ എക്സിറ്റ് അല്ല, പൈസ പോയി അടുത്ത റൗണ്ടിൽ വരാം. ഇനി ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് കൺഫേം ആവാം, ഇത് തന്നെ മതി എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ ജോയിൻ ആൻഡ് അപ്ഗ്രേഡ് കൊടുക്കാം, അടുത്ത റൗണ്ടിൽ വരാം. റൗണ്ട് 3. റൗണ്ട് 3ലും പുതിയ രജിസ്ട്രേഷൻ ഉണ്ട്. അവർക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് വരാം. മുമ്പത്തെ റൗണ്ടുകളിൽ കിട്ടാത്തവർക്ക് വരാം. ജോയിൻ ചെയ്ത് അപ്ഗ്രേഡ് കൊടുത്തവർക്ക് വരാം. പൈസ നഷ്ടപ്പെടുത്തി എക്സിറ്റ് ആയവർക്കും വരാം. റൗണ്ട് 3ലേക്കാണ്. റൗണ്ട് 3 തുടങ്ങി ശ്രദ്ധിക്കുക. അലോട്ട്മെന്റ് കിട്ടി, നോ റിസൾട്ട് അല്ലെങ്കിൽ സീറ്റ് കിട്ടിയിട്ടില്ല, അവിടെ നിൽക്കട്ടെ, നേരെ സേവ് വേക്കൻസിക്ക് പോവാം. കിട്ടി എന്നിരിക്കുക. കിട്ടിയാൽ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം. നോ ഫ്രീ എക്സിറ്റ്, ജോയിൻ ചെയ്തേ മതിയാവും. ഇനി ജോയിൻ ചെയ്തില്ലെങ്കിൽ എക്സിറ്റ് ഫ്രം ദ ഹോൾ പ്രോസസ്. സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും എല്ലാം ആയുഷ് അലോട്ട്മെന്റിൽ നിന്ന് പുറത്താവും റൗണ്ട് 3യിലെ ജോയിൻ ചെയ്തില്ലെങ്കിൽ. റൈറ്റ്. ഇനി അടുത്ത റൗണ്ട് ഏതാ? സ്ട്രേ വേക്കൻസി. സ്ട്രേ വേക്കൻസി റൗണ്ട്, SVR എന്ന് പറഞ്ഞാൽ സ്ട്രേ വേക്കൻസി റൗണ്ട് 1. അതിലേക്ക് ആർക്ക് വരാം? ഇതുവരെ സീറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് വരാം, ഇല്ലെങ്കിൽ പുതിയ രജിസ്ട്രേഷൻ ചെയ്തും അടുത്ത കൂട്ടർക്ക് വരാം. ഈ രണ്ട് കൂട്ടർക്കേ പറ്റൂ. ഈ റൗണ്ടുകളിൽ ഏതെങ്കിലും റൗണ്ട് സീറ്റ് കിട്ടി കയ്യിൽ ഇപ്പൊ സീറ്റ് ഉള്ളവർക്ക് ഈ സ്ട്രേ വേക്കൻസിയിലേക്ക് വരാൻ പറ്റൂല. റൈറ്റ്. ഇനി അലോട്ട്മെന്റ് നടക്കുന്നു. സീറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം. സീറ്റ് കിട്ടിയാൽ നോ എക്സിറ്റ്. ഓക്കെ. ഇനി എക്സിറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെ എക്സിറ്റ് ആയ ഫ്രം ഓൾ അലോട്ട്മെന്റ്, സ്റ്റേറ്റ് സെൻട്രൽ എല്ലാ അലോട്ട്മെന്റിൽ നിന്നും പുറത്താവും. ഇനി സീറ്റ് കിട്ടിയാലോ മസ്റ്റ് ജോയിൻ, എന്തായാലും ജോയിൻ ചെയ്തേ പറ്റൂ. എക്സിറ്റ് ആയ പിന്നെ ഒരു സീറ്റും കിട്ടൂല. ഇനി അടുത്ത റൗണ്ടാണ് സ്ട്രേ വേക്കൻസി 2. ആർക്ക് മാത്രം? മുൻ റൗണ്ടുകളിൽ സീറ്റ് കിട്ടാത്തവർക്ക് മാത്രം. ഇവിടെ പുതിയ രജിസ്ട്രേഷൻ ഇല്ല, ഒറ്റ പ്രാവശ്യം രജിസ്ട്രേഷൻ ഉള്ളൂ, ഒറ്റ പ്രാവശ്യം ചോയ്സ് ഫില്ലിംഗ് ഉള്ളൂ. സ്ട്രേ വേക്കൻസിക്ക് ഇവിടെ പുതിയ രജിസ്ട്രേഷൻ ഇല്ല, പുതിയ ചോയ്സ് ഫില്ലിംഗ് ഇല്ല. മുൻ റൗണ്ടിൻ്റെത് ഉപയോഗിച്ച് കണ്ടിന്യൂ ചെയ്യും. അലോട്ട്മെന്റ് കിട്ടിയ ജോയിൻ ചെയ്തേ പറ്റൂ, എക്സിറ്റ് ഇല്ല. അലോട്ട്മെന്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു സ്ട്രേ വേക്കൻസി വന്നാൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് റൗണ്ടുകളുടെ ഡീറ്റെയിലും പറഞ്ഞു.
അപ്പൊ 3 കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത്. ആദ്യം ഇതിലെ പ്രൊസീജിയേഴ്സ് എന്താണെന്നും ഒരു ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു. രണ്ടാമത്തേത് ആ കോളേജിന്റെ ലിസ്റ്റും സ്റ്റെപ്സും ഒക്കെ പറഞ്ഞു. മൂന്നാമത്തേത് ഞാൻ ഇപ്പോൾ ഷെഡ്യൂൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൂന്നാമത്തേത് ഓരോ റൗണ്ടുകളിലും ശ്രദ്ധിക്കേണ്ട കാര്യവും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഒപ്പം എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയോ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.